നടുവേദനയ്ക്കുള്ള പൊതുവായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നടുവേദന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അത് ജീവിതത്തിൽ 80% ആളുകളിലും എപ്പോഴെങ്കിലും അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന ഉണ്ടായിരിക്കും. അപ്പോൾ അത് സർവ്വസാധാരണമായ ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ നമ്മുടെ നടുവിന് ശരിക്കും നടുവിൻ്റെ 2 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് സുഷുമ്നാ നാഡിയും അതിൻ്റെ ഞരമ്പുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് കുനിയാനും നൂരാനും വേണ്ടി ഒരു ഫ്ലെക്സിബിൾ ആവുക. ഈ 2 കർത്തവ്യമാണ് നമ്മുടെ ലംബാർ വെർട്ടിബ്ര നിർവഹിക്കുന്നത്. അപ്പോൾ അതൊരൊറ്റ എല്ലല്ല, അതൊരു 5 കശേരുക്കൾ ചേർന്നതാണ് ഈ ലംബാർ വെർട്ടിബ്രൽ റീജൻ. അപ്പം അതിൻ്റെ നടുക്കിൽ വരുന്ന 2 ഡിസ്കുകൾ, ഈ 2 കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ ഈ 2 ഡിസ്കുകളുടെ കാരണം കൊണ്ടാണ് 40% പേരിലും നടുവേദനയ്ക്കിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, രണ്ടാമത്തത് കോമണായി കാണുന്നത് ഈ 2 വെർട്ടിബ്രയുടെയും ജോയിൻറ്റുകളുണ്ട്. അതാണ് ഫേസഡ് ജോയിൻ്റ് എന്ന് പറയും. ഈ ബാക്കിൽ കാണുന്ന 2 ജോയിൻറ്റുകൾ, ഈ 2 കശേരുക്കൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ആ ജോയിൻറ്റുകൾ, അതിന് വരുന്ന ഈ എപ്പോഴും ഇങ്ങനെ നടുമടങ്ങുകയും ഊരുകയും ചെയ്യുമ്പോൾ അതിന് വരുന്ന തേയ്മാനം, അതിൽ നീർക്കെട്ട്, അതും കൊണ്ടും നമുക്ക് ഫേസഡ് ജോയിൻ്റ് പെയിൻ വരാം. പിന്നെ അതുപോലെ നടുവിന് ചുറ്റുമുള്ള മസിലുകൾക്കുള്ള വേദന, മയോഫേഷ്യൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലിഗമെൻറ്റ്സ്, അങ്ങനെ കുറേ ബോണുകൾക്കുള്ള അസുഖം കൊണ്ട് വരാം. അങ്ങനെ നടുവേദനയ്ക്ക് പല കാരണങ്ങളും ഉണ്ടാവും. അതിൽ മിക്ക കാരണങ്ങളും അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, അത്ര ഗൗരവമുള്ളതായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ നടുവേദന ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം, പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, വാതസംബന്ധമായ രോഗങ്ങൾ ചിലപ്പോൾ നടുവിനെ ബാധിക്കാം, അങ്ങനെ നടുവേദന വരാം. പിന്നെ നടുവിൻ്റെ സാക്രോഇലിയാക് ജോയിൻസ്, അതിൻ്റെ ഇൻഫ്ലമേഷനും അതിൻ്റെ അസുഖങ്ങൾ കൊണ്ടും നടുവേദന വരാം. അപ്പോൾ നടുവേദനയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അധിക പേരിലും കാണുന്നത് ഈ ഡിസ്ക് കൊണ്ടുള്ള വേദനയാണ്. അതിന് നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഡിസ്ക് കൊണ്ടുള്ള വേദന, ഡിസ്കിൻ്റെ അസുഖം കൊണ്ടുള്ള വേദന നടുവിനും വരാം. അത് ഡിസ്ക് തള്ളി അത് ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് വന്നിട്ട് കാലിലേക്കുള്ള ഷയാറ്റിക്ക മാതിരിയുള്ള അസുഖങ്ങളും വരാം. അപ്പം അതാണ് ഡിസ്ക് കൊണ്ടുള്ള അസുഖമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡിസ്ക് പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡിസ്കോജനിക് പെയിൻ, അത് ഞാൻ പറഞ്ഞ മാതിരി 3 ലക്ഷണങ്ങളാണ്. ഒന്ന് ഡിസ്ക് കൊണ്ട് മാത്രം വരുന്നതായിട്ട്, അതായത് ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മുടെ ഡിസ്കുകൾക്ക് രക്തചംക്രമണം വരിക ഉണ്ടാവാറില്ല. അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രമേ രക്തഓട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. നടുക്കിൽ അതിന് രക്തം, അതിൻ്റെ ഡിസ്കിൻ്റെ നടുഭാഗത്തിന് ഓക്സിജനും പോഷകാഹാരവും കിട്ടുന്നത് ഈ ഡിസ്കിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ്. അതായത് ഡിസ്ക് നമ്മൾ മടങ്ങിയിരിക്കുമ്പോഴും പിന്നോട്ട് നിവർന്ന് ചെയ്യുമ്പോഴാണ് മാത്രമാണ്, നമ്മൾ അനങ്ങുമ്പോൾ മാത്രമാണ് ഡിസ്കിന് ഇത് കിട്ടുന്നത്, ന്യൂട്രീഷൻ കിട്ടുന്നത്. അപ്പം ഇനീഷ്യലി ഡിസ്ക് പ്രഷർ കൂടുമ്പോൾ, അതായത് നമ്മൾ എന്തെങ്കിലും പിടിച്ച് പൊക്കുകയോ അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ തന്നെ കുറേ നേരം ഇരിക്കുകയോ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡിസ്ക് പ്രഷർ കൂടിയിട്ട് നമ്മുടെ ഡിസ്കിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ന്യൂക്ലിയസ് പൾപ്പോസസും അതിൻ്റെ ചുറ്റുമുള്ള അനുലസ് ഫൈബ്രോസിസും. അപ്പോൾ അനുലസ് ഫൈബ്രോസിസിന് ചെറിയ ദ്വാരങ്ങൾ വന്നിട്ട് അതിന് ചെറിയ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞരമ്പുകൾ അതിലേക്ക് വളരുകയും സിമ്പതറ്റിക് ഞരമ്പുകളാണ് അതിലേക്ക് വളരുന്നത്. അങ്ങനെ വളർന്നിട്ട് അതിൻ്റെ വേദനകൾ അതൊരു പരന്ന വേദനയായിരിക്കാം. ഈ സിമ്പതറ്റിക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പരന്ന വേദനയായിരിക്കും. അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ നടുവിന് ഒരു പരന്നിട്ടായി കിടക്കുന്നൊരു വേദന, തീരെ അങ്ങനെ ഒരു അസ്വസ്ഥത മാതിരിയുള്ള വേദന, പുകച്ചിൽ മാതിരിയുള്ള വേദന, അതാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത്. അത് രോഗിക്ക് മലർന്ന് കിടന്നാൽ രോഗിക്ക് സമാധാനം കിട്ടും. വേറെ ഒന്നുള്ളത് ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് തള്ളിയിട്ട് കാലിലേക്കുള്ള ഞരമ്പുകൾ അമരുന്നത്. അങ്ങനെയാണെങ്കിൽ നടുവേദനയുടെ കൂടെ തന്നെ രോഗിയുടെ തുടയുടെ ബാക്ക് ഭാഗത്തും കാലിൻ്റെ ബാക്ക് ഭാഗത്തും ഉപ്പൂറ്റി വരെയുള്ള ഒരു ഷോക്ക് അടിക്കുന്ന മാതിരി വേദന, തരിപ്പ്, കടച്ചിൽ എന്നിങ്ങനെ വരാം. അത് രോഗി കുനിഞ്ഞെന്ന് എടുക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും വേദന വരുന്നത്. അതാണ് നമ്മൾ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്.
പിന്നെ വേറെ ഒന്നുള്ളത് ഡിസ്ക് പ്രൊലാപ്സ് സെൻട്രലാണ്, നടുക്കിൽ നമ്മുടെ ഈ സ്പൈനൽ കനാലിൻ്റെ ഉള്ളോട്ട് വരികയാണെങ്കിൽ, ഉള്ളോട്ടേക്കുള്ള പ്രൊട്രൂഷൻ ആണെങ്കിൽ നമുക്ക് മലമൂത്ര വിസർജനത്തിനൊക്കെ ബുദ്ധിമുട്ട് വരാം, കാലുകൾക്ക് ബലക്കുറവ് വരാം. അങ്ങനെയാവുമ്പം അത് കുറച്ചും കൂടി സീരിയസ് ആണ്. ആ കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് എമർജൻസിയായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ രോഗിക്ക് തളർച്ച ബാധിക്കാം കാലുകൾക്ക്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അതാണ് കോഡ ഇക്വീന സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക് മൂലം പല അസുഖങ്ങളും വരാം, നടുവേദന വരാം, കാലിലേക്കുള്ള കടച്ചിലുകളും വരാം.